ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ക്ലീനാക്കി ഞാൻ ഇപ്പുറത്തെ ഹാളിലെത്തി ക്ലീനാക്കാൻ. അപ്പോൾ കമ്മൽ കാര്യങ്ങളൊക്കെ ക്ലീനാക്കാനുണ്ടായിരുന്നു. ഒരുപാട് കമ്മലൊക്കെ കല്ല് കാര്യങ്ങളൊക്കെ പോയി, അപ്പോൾ അത് കളയാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരുപാട് അമ്മുവിൻ്റെ വളയൊക്കെ ചെറുതായി, അപ്പോൾ അതൊക്കെ കുറേ മാറ്റി കളയാൻ വെച്ച്. എൻ്റെ പഴയ വളകളാണ് കേട്ടോ, ഒരുപാട് വളകളുണ്ട് എൻ്റെ. അപ്പോൾ ആ വളയൊക്കെ ഞാൻ അങ്ങനെ അധികം വെച്ചാറില്ല, ഇടയ്ക്കിടും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു, അത്യാവശ്യം പൊടി ഉണ്ടാവും. ഏകദേശം ഇത് പുറത്ത് റോഡ് സൈഡ് വീടായതുകൊണ്ടേ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടാവും എപ്പോഴും. അപ്പോൾ എപ്പോഴും തുടച്ചുകൊണ്ടേ ഇരിക്കണം. അമ്മുവിന് പൊടിയുടെ അലർജി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം തുടക്കും എപ്പോഴും. പിന്നെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു, ടി വിയിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അത് തുടച്ച് അമ്മൂസിൻ്റെ ഫോട്ടോ ഒക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു, തുടച്ച്. മൊത്തത്തിൽ ക്ലീനിങ് ആയിരുന്നു ഫുള്ള് അന്നത്തെ ഒരു ദിവസം. എല്ലായിടത്തും തുടച്ച്. ഇടയ്ക്ക് അമ്മൂസും ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഞാൻ അവളെ വിളിക്കില്ല എന്ന് വെച്ചാൽ പൊടി ചെയ്താന്ന് പറഞ്ഞിട്ട് അവളവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ സിസ്റ്റം അങ്ങനെ എല്ലാം തുടച്ച്. പിന്നെ ദൈവത്തിൻ്റെ എന്തൊക്കെ പൊടി ഉണ്ടായിരുന്നു, അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് ക്ലീനാക്കി. പിന്നെ അവസാനം മേളിലൊക്കെ തുടച്ചായിരുന്നു, ഫാൻ മാറാമ്പലെല്ലാം തുടച്ച് ക്ലീനാക്കി. അടിച്ച് ഇങ്ങോട്ട് അടുക്കളയിലോട്ട് കൊണ്ടുവന്ന് അടുക്കളയിൽ വന്നപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കാനുണ്ടായി. ഫ്രിഡ്ജും കൂടെ ക്ലീനാക്കാണ്ട്, പച്ചക്കറി ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പം അതും കൂടെ ക്ലീനാക്കാനെന്ന് വെച്ചിട്ട് എല്ലാം എടുത്ത് വാഷൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് തുടച്ച് എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ഫ്രിഡ്ജും സെറ്റാക്കി. ഫ്രിഡ്ജിന് അഴുക്കാൻ വരാറില്ല, ഞാൻ മാക്സിമം ക്ലീൻ ആക്കാറുണ്ട്. അപ്പോഴേ അമ്മൂസ് വന്നിട്ട് ഞാൻ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു വന്നു. അവന് വേണ്ട പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലാത്തതൊക്കെ നോക്കിയെടുത്ത് അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ മേടിക്കാമല്ലോ വെച്ചിട്ട് അതൊക്കെ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, ഉച്ചക്ക് ഫുഡ് കഴിച്ചതിൻ്റെ. അപ്പോൾ അതൊക്കെ കഴുകി. പാത്രം അധികം ഇട്ട് വെക്കാൻ പറ്റില്ല, വാഷ് ബേസിൻ ചെറുതായതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും അതിൽ വെക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം അപ്പം ഉള്ളത് കഴുകി അങ്ങോട്ട് എടുക്കും. ഇപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് ബാക്കി പിന്നെ അടിച്ചു വരാൻ ബാക്കി ഉണ്ടായിരുന്നത് ഫുള്ളും അടിച്ചു വരാം. എല്ലാം പൊടിയാണ്, എല്ലാ സൈഡും പൊടിയുള്ളതുകൊണ്ട് അതൊക്കെ അടിച്ചു വരെടുത്ത്. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അപ്പം അത് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുണിയൊക്കെ എടുത്ത് ഞാൻ ഡെയിലി അലക്കും. അല്ലെങ്കിൽ കുറയാവും തുണി, അതുകൊണ്ട് ഡെയിലി മാക്സിമം അലക്കും. പിന്നെ ഇപ്പുറത്തോട്ട് എന്തൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, വാഷ് ബേസിനൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. അപ്പോഴേക്കും 5 മണി ആവാറായിട്ട് ഏകദേശം. അപ്പോഴേക്കും തുടച്ചിടാൻ വേണ്ടി വേഗം വന്ന് തുടച്ചൊക്കെ എടുത്ത്, വിളക്കത്തിക്കാനുള്ളതുകൊണ്ട് തുടച്ചൊക്കെ എടുത്ത് വേഗം ബാക്കിയെല്ലാം എല്ലാ സ്ഥലത്തും തുടച്ച്. പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ടാണല്ലോ, അതൊക്കെ വേഗം വിരിച്ചിട്ട് അപ്പോൾ ക്ലീനൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതിന് മുന്നേ വീഡിയോ എടുത്ത് തീർക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇരുട്ടാവും. അതുകൊണ്ട് ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇതാണ്ട് ഫൈനലെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കി എടുത്ത് സെറ്റാക്കി ഞാൻ. ഇതിപ്പോൾ കുറച്ചിടത്തൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ അമ്മൂസ് എല്ലാം വലിച്ചവരോടും പിന്നെ പഴയതുപോലെ തന്നെ ആവും. എന്നാലും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ സുഖം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ സെറ്റാക്കി എല്ലാം ക്ലീനാക്കി. ക്ലീനിങ്ങിൻ്റെ അവസാന ഭാഗമുണ്ട് ഇത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ക്ലീൻ ചെയ്ത് കൊള്ളാം അല്ലെങ്കിൽ ഇല്ലാന്ന് എന്താ വെച്ചാൽ പറയണം. അപ്പം ഇങ്ങനെ എല്ലാ റൂമും പതുക്കെ എടുത്തിങ്ങനെ നിങ്ങൾക്ക് കാണാമല്ലോ, രസമല്ലേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ എൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് പറയണം. എന്തായാലും കമൻറ്റ് ചെയ്യണം, എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ നിങ്ങളെ ഇഷ്ടമായെന്ന്. ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ എങ്ങനെയുണ്ടെന്നും കൂടെ പറയണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്, അപ്പം അതിൻ്റെതായ പ്രശ്നം അതിലുണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. താങ്ക് യു.